ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെൽ ബട്ടണുള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കല്ലേ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി ഞാൻ വന്നിരിക്കുന്നത് 10th പ്രിലിംസിൻ്റെ 1ാം ഘട്ട എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര എളുപ്പമായിരുന്നില്ല, എന്നാൽ അത്ര ടഫും ആയിരുന്നില്ല. ആവറേജ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കൂടുതൽ പേർക്കും സമയം കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ് കേട്ടത്. അപ്പോൾ ആദ്യം മാത്സ് ചെയ്യാൻ കൂടുതൽ പേർക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന എക്സാം എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മാത്സ് 20 ക്വസ്റ്റ്യൻ അറിയാവുന്നവരാണെങ്കിൽ, കൂടുതൽ മാത്സ് അറിയാവുന്നവർ 20 ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തിട്ടേ പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസിലൂടെ പോകാവുള്ളൂ. പ്രസ്താവനാ ചോദ്യങ്ങൾ കൂടുതലും അത്രയ്ക്ക് ടഫായിട്ടുള്ള പ്രസ്താവനകളൊന്നും ആയിരിക്കില്ല. എങ്കിൽ പോലും പ്രസ്താവനാ ചോദ്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനെക്കാട്ടി കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ട് മാത്രമേ പ്രസ്താവനാ ചോദ്യങ്ങളിലേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, ഏതൊക്കെ ഭാഗങ്ങളാണ് SCERT നോക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കറണ്ട് അഫെയർസ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? കൂടുതലും അവാർഡുകൾ, മന്ത്രിസഭ, കേരള മന്ത്രിസഭ, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ ചോദിച്ചിട്ടില്ല, അത് നമ്മൾ ഇനി അടുത്ത നോക്കണം. കേന്ദ്ര മന്ത്രിസഭ, കേരള മന്ത്രിസഭ, പിന്നെ പ്രധാനപ്പെട്ട വേദികൾ, കായികമാണെങ്കിൽ വേദികൾ, അതുപോലെ തന്നെ ഉച്ചകോടികൾ, പ്രധാനപ്പെട്ട ഉച്ചകോടികളിൽ ബ്രിക്സ് ഉച്ചകോടി, അതുപോലെ തന്നെ ഉച്ചകോടികൾ, ISROയെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാകും, ISRO. പിന്നെ എന്തൊക്കെയാണ് സാഹിത്യ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, അവാർഡുകളെല്ലാം നോക്കണം. എഴുത്തച്ഛൻ അവാർഡ് പോലുള്ള പ്രധാനപ്പെട്ട സാഹിത്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളെല്ലാം നോക്കിയിരിക്കുക. പിന്നെ നോബൽ പ്രൈസ് നോക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നോബൽ പ്രൈസ് കിട്ടിയവരുടെ പേര് മാത്രമല്ല നോക്കേണ്ടത്, അവരുടെ രാജ്യം, അതുപോലെ തന്നെ അവരുടെ കൃതികൾ. കൂടുതൽ നോബൽ പ്രൈസ് പഠിക്കുമ്പോൾ ആഴത്തിൽ പഠിക്കണം, അവരുടെ എല്ലാം കൃതികളൂടെ നോക്കണം. അങ്ങനെ പ്രസ്താവന ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോബൽ പ്രൈസ് എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോബൽ പ്രൈസ്, അത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ അവാർഡുകളും സാഹിത്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും 2 വർഷത്തെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. 2023-24 പഠിച്ചിരിക്കണം. പിന്നെ മന്ത്രിസഭ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള മന്ത്രിസഭയായാലും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലും എല്ലാം പഠിച്ചിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട വേദികൾ, ഉച്ചകോടികൾ, വേദികൾ, ഇതെല്ലാം പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ SCERTയിൽ ഏതൊക്കെ പാഠങ്ങളാണ് ഭൂമിശാസ്ത്രത്തിൽ നോക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5ാം ക്ലാസ്സിലെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ നോക്കണം, 5ാം ക്ലാസ്. 7ാം ക്ലാസ്സിൽ ഇന്ത്യയിലൂടെ എന്നുള്ള ചാപ്റ്റർ നോക്കണം. 10ാം ക്ലാസ്സിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നൊരു ചാപ്റ്ററുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്ററാണ് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇനി അപ്പോൾ നമ്മുടെ ഇന്ത്യ, ഇന്ത്യയിലൂടെ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അടുത്ത ചരിത്രത്തിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടത്? ചരിത്രത്തിൽ നിന്നും 7ാം ക്ലാസ്സിൽ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ നോക്കണം. പിന്നെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, അത് 7ാം ക്ലാസ്സിലാണ്, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. പിന്നെ 10ാം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. 10ാം ക്ലാസ്സിൽ തന്നെ സമരവും സ്വാതന്ത്ര്യവും, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നീ ചാപ്റ്ററുകൾ. അത് എല്ലാവരും അടുത്ത ഘട്ടം എഴുതുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. കൂടുതൽ SCERT തന്നെയാണ് ഇപ്പോഴും പ്രിലിംസിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. SCERT പുസ്തകങ്ങൾ തന്നെയാണ്, സയൻസ് ആയാലും ചരിത്രം ആയാലും എല്ലാം ഇപ്പോഴും പ്രിലിംസിന് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ എക്സാം വരുമ്പോഴാണ് NCERTയിലോട്ട് കിടക്കുന്നത്. അടുത്ത കറണ്ട് അഫെയർസിനകത്ത് ഇപ്പോൾ ഇനി എല്ലാം ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫെയർസ്, നോബൽ പ്രൈസൊക്കെ നല്ലതുപോലെ അവരുടെ കിട്ടിയവരുടെ രാജ്യങ്ങൾ, അതുപോലെ കൃതികളെല്ലാം നോക്കിയിരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രസ്താവന പോലാണ് കറണ്ട് അഫെയർസും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അടുത്തത് ഭരണഘടന ഏതൊക്കെ ചാപ്റ്ററുകളാണ് നോക്കേണ്ടത്? ഭരണഘടന, ജനാധിപത്യവും അവകാശങ്ങളും. 6ാം ക്ലാസ്സിലെ ജനാധിപത്യവും അവകാശങ്ങളും എന്ന ചാപ്റ്റർ നോക്കണം. പിന്നെ 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭരണഘടന എന്നുള്ള ചാപ്റ്റർ നോക്കണം. പിന്നെ 9ാം ക്ലാസ്സിലെ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്റർ നോക്കണം. അപ്പോൾ ഇത്രയും SCERT പാഠഭാഗങ്ങളും അതുപോലെ തന്നെ ഈ കറണ്ട് അഫെയർസിനകത്ത് ഏതൊക്കെയാണ്? കൂടുതലും കായികമായിട്ട് ബന്ധപ്പെട്ട വേദികൾ, ഉച്ചകോടികൾ, പിന്നെ അവാർഡുകൾ, ഇതെല്ലാം നോക്കിയിരിക്കണം. ഓക്കെ. ഇനി സമയം, അതുപോലെ തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എക്സാമിന്. സെക്രട്ടേറിയറ്റ് OA പോലെ നല്ലൊരു പോസ്റ്റ് ഉള്ള എക്സാം, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA പോലെ ലാബ് അസിസ്റ്റൻറ്റും കുറച്ചൊക്കെ ഒഴിവുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ 6ഓളം പോസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പം നിങ്ങളെല്ലാം നന്നായി പ്രിപ്പയർ ചെയ്യുക, അതുപോലെ ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഓൾ.